ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, എല്ലാം കയ്യിൽ നിന്ന് പോയാൽ എവിടെ നിന്നും തുടങ്ങണമെന്ന് അറിയാത്ത ചില ദിവസങ്ങൾ. അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു കേട്ടോ. ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഓഫീസിൽ പോയി ഒരുപാട് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ബ്ലോക്കും മഴയൊക്കെ കാരണം. പിന്നെ മോന് എക്സാം ഉണ്ടായിരുന്നു, ഇക്കാക്ക് പനിയായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ വീട് മൊത്തത്തിൽ അലമ്പായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ അന്ന് പിന്നെ ടയേർഡായിട്ട് എല്ലാവരും റെസ്റ്റായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണിത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വീട് വൃത്തിയാക്കലാണ്. ഇത് ആക്ച്വലി ഒരു അവധി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ഓഫീസിൽ പോയോണ്ടിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എനിക്ക് ഈ പണിയെടുക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ലോങ് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ എടുത്ത് വാച്ച് ലേറ്ററിൽ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതെടുത്ത് പ്ലേ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ട്രൈപോഡൊക്കെ എടുത്ത് വീഡിയോ എടുക്കുക എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും കിച്ചണിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ടയേർഡായ സമയത്താണെങ്കിൽ നമുക്ക് മടുപ്പ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ബാക്കിയുള്ള ഏരിയ എല്ലാം വൃത്തിയാക്കി നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോഴേക്ക് കിച്ചൺ കാണുമ്പോൾ നമുക്ക് ഇത് നമുക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം, നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായി എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആദ്യം തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹോളും അതുപോലെ മോൻ്റെ റൂമിലും ഇരിക്കുന്നത് മൊത്തം മോൻ്റെ ബുക്സും ടോയ്സുമാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി മോനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഓരോ സാധനങ്ങൾക്കും ഒരു സ്ഥാനം, കറക്റ്റായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടെങ്കിൽ ആ സ്ഥാനം എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ മോനോട് മോൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓൻ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു മത്സരം പോലെയാണ്. ഫിസോൻ എപ്പോഴും ഇതുപോലെ നമ്മളിങ്ങനെ ഒരു മത്സരം പോലെ പറയുമ്പോൾ നല്ല ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴേക്കും മോൻ ഈ 2 സ്ഥലവും ക്ലീൻ ചെയ്യുമോ, ആരാണ് ആദ്യം ചെയ്ത് കഴിയാമെന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങൾ ടൈമറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസം മുന്നേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചെടുത്ത് വെക്കാനുള്ള സമയം എനിക്ക് ഇത്രയും സമയമായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ ഫോക്കസ് ചെയ്താൽ ചെയ്യുന്ന പണി കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്കല്ലാഞ്ഞ ഒരു സമാധാനം ഉണ്ടാവില്ല, ചെയ്തു എന്നുള്ളൊരു ഫീൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യും. അത് ഫിനിഷ് ചെയ്തിട്ടേ വേറൊരു കാര്യത്തിലേക്ക് പോവുള്ളൂ കേട്ടോ. സമയം ഉണ്ടെങ്കിലേ ഞാനത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം എത്ര ടൈം എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയം ഉണ്ടെങ്കിലേ ഞാൻ ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ ഫ്രിഡ്ജിൽ കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ജസ്റ്റ് ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ സ്ഥാനത്തേക്ക് വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള ഏകദേശം ഒരു പ്ലാനും നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാനുള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഏകദേശം ഫ്രിഡ്ജും തീരാറാവുമല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ മന്തിൻ്റെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും. നമ്മൾ മന്ത്ലി വൺസൊക്കെയാണ് മെയിനായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളൂ. അതായത് എല്ലാം എടുത്ത് കഴുകി അങ്ങനെയൊക്കെ. അത് വളരെ കുറവാണ്, എനിക്കങ്ങനെ ആവശ്യം വരാറില്ല. പിന്നെ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടോ നീക്കാനോ, അല്ലെങ്കിൽ ഒരു പാത്രത്തിലുള്ള ഫുഡ് എടുത്ത് കളയാനോ, അല്ലെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനോ, അങ്ങനെ ചെറിയൊരു പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെയിലി ഒരു 2-3 മിനിറ്റ് നമ്മളിതിന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് വളരെ റെയറായിട്ട് എപ്പോഴും ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ആ കാര്യം എനിക്ക് ഓക്കെയാണ് കേട്ടോ. ഞാൻ ആ കാര്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിതൊരു വലിയ ടാസ്ക്കായിട്ട് ഫീൽ ചെയ്യാറേ ഇല്ല. നമ്മളെ ഫ്രിഡ്ജ് ഭയങ്കരമായിട്ട് അങ്ങനെ മെസ്സാവലില്ല. അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റേജും ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തപ്പോഴേക്ക് തന്നെ ഫിസു 2 സ്ഥലം ക്ലീൻ ചെയ്തിട്ട് വന്നു. മോൻ്റെ റൂമും വൃത്തിയാക്കി, ഹോളും ഓൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ കുറച്ച് നമ്മുടെ പാൻട്രിയിൽ കുറച്ച് സാധനങ്ങൾ റീഫിൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതുപോലെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു നോർമൽ ഡേ ആണ്, അതായത് നമ്മൾ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്
കിച്ചണൊക്കെ വൃത്തിയാക്കി കൊണ്ടെടുക്കുന്ന ഒരു നോർമൽ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഗ്രോസറി വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം, ഒരു വയ്യായികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറിബറി ഡേയ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രോസറി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാം കൂടെ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മളെ കൊണ്ട് തീരൂല എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രോസറി ഇതിലേക്ക് വാങ്ങിയിട്ടില്ല. ഇത് മൊത്തം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങളൊക്കെ അവിടെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. ഷുഗറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫില്ല് ചെയ്ത് വെച്ചു. ഓട്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ വേസ്റ്റ് എടുത്തു. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ ജസ്റ്റ് നമ്മൾ വൈപ്പ് ചെയ്തെടുത്തു. പിന്നെ ഫ്രിഡ്ജിലേക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഫ്രിഡ്ജ് ഒന്ന് സെറ്റ് ചെയ്തു. ഫ്രിഡ്ജ് ക്ലീനിങ് അല്ല ചെയ്തത്, ഓൾറെഡി വൃത്തിയാക്കി വെച്ച സാധനങ്ങൾ തിരിച്ചെടുത്ത് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു സ്പൈസും കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഷെൽഫിൽ അലമ്പായതൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് റീഫിൽ ചെയ്യാനുള്ളത് റീഫിൽ ചെയ്യുകയും ചെയ്തു. 3-4 സാധനങ്ങളായിരുന്നു ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി നമുക്കുള്ളത് പാത്രം കഴുകുക എന്നുള്ളതാണ്. ചില സമയത്ത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. ചില സമയത്താണെങ്കിൽ ചെയ്യുമ്പോഴേക്ക് ആകെ ഭ്രാന്ത് വരുന്നൊരു കാര്യമാണ് പാത്രം കഴുകൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഞാൻ വലിയ താല്പര്യത്തോടെ അല്ല കേട്ടോ പാത്രം കഴുകുന്നത്. ഇഷ്ടപ്പെട്ട് കഴുകുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഇങ്ങനെ പാത്രയൊക്കെ ആക്കിയിട്ട് എല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കഴുകുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ പാത്രം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് ചില സമയത്ത്. പക്ഷേ ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ചെയ്യും. ഇപ്പം ഞാൻ അങ്ങനെയാണ് കഴുകുന്നത്. അതുകൊണ്ടാണ് ഓരോന്നെടുത്ത് കഴുകുന്നത്. നമ്മൾ ഓരോന്നെടുത്ത് കഴുകി അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ ഇതിപ്പോൾ തീരുമല്ലോ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നെടുത്ത് കഴുകുന്നത്. പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് മടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ സൂത്രപ്പണികളൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വർക്കാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നമ്മൾ വേസ്റ്റ് എല്ലാം പോക്കുക. മാക്സിമം നമ്മൾ സിങ്കിൻ്റെ അടുത്തേക്ക് പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം കഴുകാനായിട്ട് കൊണ്ടുപോയിടുക. പിന്നൊന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഈ കുറച്ച് പഴകിയ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചടപ്പായിരിക്കും, ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിനൊട്ടും നല്ലതല്ലല്ലോ. നമ്മൾ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും അത് കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്പോഞ്ച് മന്ത്ലി വൺസൊക്കെ എന്തായാലും ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. എനിക്കതിൻ്റെ കളർ മാറി തുടങ്ങിയാൽ അല്ലെങ്കിൽ അതിന് കുറച്ച് നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഒരു കൊഴുപ്പ് ഫീൽ ചെയ്യുമല്ലോ സ്പോഞ്ചിനൊക്കെ. ആ സമയത്ത് ഞാനത് എന്തായാലും ചേഞ്ച് ചെയ്യും. ഞാൻ പിന്നെ അധികം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് മാറ്റി യൂസ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഇത് സിങ്ക് ക്ലീൻ ചെയ്യാനോ അങ്ങനെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത പാത്രങ്ങളുണ്ടാവില്ലേ, അത് ഒരു ഫസ്റ്റ് റൗണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ സ്പോഞ്ച് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളെ പുതിയ സ്പോഞ്ചിന് ആ ഒരു ഫിഷ് ഫ്രൈൻ്റെ സ്മെല്ലടിക്കില്ല. ആ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലേ, അത് ആക്ച്വലി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ കഴുകുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ലിക്വിഡും ബാറും ഉപയോഗിച്ചിട്ടാണ് പാത്രം കഴുകാറുള്ളത്. വേറെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ബാറ് ഞാൻ പല ഫ്ലേവറിലുള്ളത് പല ബ്രാൻഡിൻ്റെതാണ് വാങ്ങുക. ചെറുതാണ് വാങ്ങൽ. അപ്പോൾ നമുക്ക് ഒരേ സംഭവം തന്നെ കുറേ ഡേയ്സ് ആകുമ്പോൾ നമുക്ക് മടുപ്പ് വരുമല്ലോ. അപ്പോൾ ചെറുതാകുമ്പോൾ പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്ക് വേറെ എടുക്കാം. ആ രീതിയിൽ പെട്ടെന്ന് തീരും മീൻസ് നമുക്ക് ഇപ്പം ചെറിയൊരു ബാറ് വാങ്ങുമ്പോൾ ചെറിയൊരു പൈസയല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ 30 രൂപേൻ്റെ ഒരു ബാറ് വാങ്ങുന്നതിന് പകരം 20ൻ്റെ അല്ല 10ൻ്റെ 3 അല്ലെങ്കിൽ 20ൻ്റെതും 10ൻ്റെ 1 അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വാങ്ങാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് എന്നും ഒരേത് തന്നെ ആകുമ്പോൾ ആ ഒരു ചടപ്പല്ലേ. അപ്പോൾ എനിക്ക് പുതിയത് ഉപയോഗിക്കുമ്പോഴാണ് നല്ല ഇഷ്ടം വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ ദിവസം ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ കിടന്ന് കുറേ കാലമായിട്ടുള്ള ഒരു ബാറ് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകാമെന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാത്രങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറിയ സാധനങ്ങൾ കഴുകിയെടുക്കാനാണ് തീരെ ഇഷ്ടമില്ലാത്തത്, സ്പൂണും കാര്യങ്ങളും. അപ്പോൾ മാക്സിമം പാത്രങ്ങൾ യൂസ് കുറയ്ക്കുക. നമ്മൾ എടുക്കുമ്പം തന്നെ ഇതൊക്കെ കഴുകാനുള്ളതാണല്ലോ എന്നുള്ള രീതിയിൽ കുറച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ അത്യാവശ്യം പാത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത പാത്രം പഴയ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിയതിൻ്റെ ശേഷമാണ് പിന്നെ നല്ല സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോഞ്ചിന് ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഒരു
എന്താണ് പഴയ സ്പോഞ്ച് പിന്നെ നമുക്ക് എന്താ പറയുക സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് പോലെ നമുക്ക് ഓരോ സ്ഥാന ഇറക്കം കൊടുക്കാം. സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാഷ് ബേസിനോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നൊക്കെ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ അങ്ങ് കളയാം. അപ്പോഴേക്കും നമ്മൾ അടുത്ത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന അടുത്ത സ്പോഞ്ച് പഴയതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ ഏരിയയും മാക്സിമം ഡ്രൈ ആക്കി ഇടുക. നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാലും മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിലാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത പണി കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് കാണണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഒക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്തിടണം. പിന്നെ ഇക്ക വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു. ഇക്കൊക്കെ പനി ആയതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങളിലേക്കൊന്നും വരാത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇക്കയെ നമ്മളെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇക്കയ്ക്ക് പിന്നെ പനി ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു, ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്ക റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇക്ക ഇടയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പം നമ്മളെ കിച്ചൺ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ സിങ്ക് തുടച്ചൊന്നും ഇടുന്നില്ല, ജസ്റ്റ് വൃത്തിയാക്കി അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു. ഇതൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, പാത്രം കഴുകുന്നതിൽ അവസാനം ഒരു സിങ്കിൻ്റെ ഏരിയ ക്ലീൻ ചെയ്തിട്ട് അത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്തോ ഒരു കാര്യം ചെയ്തു എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ അതെനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പം നമ്മളെ പണി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇത്രയും കഴിഞ്ഞു. മോൻ ഓൾറെഡി ഹോളും മോൻ്റെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ലോണ്ട്രി കാര്യങ്ങളാണ് പെൻഡിങ് ഉണ്ടായിരുന്നത്. അത് ഞാൻ അന്നത്തെ ഡേയിൽ ഈവനിങ്ങിലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ലോണ്ട്രി റൂട്ടീൻ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.